ഇവിടെ കോണി വെച്ചിട്ടുണ്ട്. കയറി നോക്കട്ടെ. അയ്യോ പക്ഷികളെന്നാ കൂക്കുന്നു. ഊണുണ്ട്, എല്ലാം ഉണ്ട്. ഇത് മറ്റേ ചന്തക്കോയ പോലെ തന്നെ ഉണ്ട് ഫുള്ള്. നോക്കിയാ നമ്മളെ ഉണക്കമുന്തിരി അല്ല ഉണക്ക നാരങ്ങ. പെണ്ണുങ്ങളാണ്. ഹായ്, ഹൗ ആർ യു? വെൽക്കം ടു സൂര്യ. വെയിറ്റ്, ഓക്കെ. ജർമ്മനി. ഓക്കെ. ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് സൗദി അറേബ്യ എന്നാണ്. അങ്ങനെ ഉഫൂഫിലാണുള്ളത്. മാമനയുടെ കൊണ്ടാക്കാൻ വന്നതാണ്. പിന്നെ അവർ പെരുന്നാളെല്ലാം ആകുന്ന സമയത്ത് ഇങ്ങോട്ട് എത്തലുണ്ട്. പക്ഷേ വീട്ടിൽ 2 ഡ്രൈവർമാരുള്ള 2 ആൾ നാട്ടിൽ പോയിന്. അന്നേരം പിന്നെ ഞാൻ കൊണ്ടാക്കാന്ന് വെച്ചാൽ എനിക്ക് ഓൾറെഡി സൗദി വിസ ഉണ്ട് അന്ന് ഉണ്ടാക്കിയത്. അവരെ വിട്ട് ഇനി ഞാൻ നേരെ ഖത്തറിലേക്ക് പോയെന്ന്. ഏകദേശം ഖത്തറിലേക്ക് എത്താൻ 3 മണിക്കൂർ പിടിക്കും. പിന്നെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് സാധനം എല്ലാം തന്നിട്ടുണ്ട്. എന്തെല്ലാം ആണെന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല. സാധനം എല്ലാം ഉണ്ട്. പോകുന്ന വഴിക്കാടെ നിർത്തിയിട്ട് നോമ്പ് തുറക്കണം. അങ്ങനെ പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളെല്ലാം പകർത്തിയെടുത്ത് അങ്ങനെ പോകാമെന്ന് വെച്ചാൽ അങ്ങനെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തതാണ്. മഴ പെയ്തെന്ന് തോന്നുന്നു. ഫുള്ള് വെള്ളം കണ്ട, ഫുള്ള് വെള്ളമാണ് കേട്ടോ. ഇവിടെ നല്ല മഴ പെയ്തിന്. ഇത് നേരെ നമ്മൾ റൈറ്റിലേക്ക് പോകുന്നത് നമ്മളെ ഖത്തറിലേക്ക്. പിന്നെ ഉഫൂഫിലേക്ക് പോകണ്ടെങ്കിൽ യൂ ടേൺ അടിച്ച് വരണം. അങ്ങോട്ടാണ് ഉഫൂഫ്, റിയാദ് അങ്ങോട്ട് പോകേണ്ടത്. അവിടെ ഒരു അടിപൊളി സ്ഥലമുണ്ട് കേട്ടോ. നല്ല ഒരു മൗണ്ടന്, വലിയ ഹൈറ്റിലുള്ള ഒരു മലയും കാര്യങ്ങളല്ല. ഞാൻ ലൊക്കേഷൻ നോക്കുമ്പോൾ ഏകദേശം 18 കിലോമീറ്റർ ഉണ്ട്. യൂ ടേൺ അടിച്ചിട്ട് അങ്ങനെ പോകണം. അന്നേരം അവിടെ പോയിട്ട് നോമ്പുറക്കാന്ന് വിചാരിച്ചത്. പിന്നെ 18 കിലോമീറ്റർ അങ്ങോട്ടും പോകണം, 18 കിലോമീറ്റർ ഇങ്ങോട്ടും വേണം. അതുകൊണ്ട് പിന്നെ ഒഴിവാക്കാന്ന് വെച്ചു. പിന്നെ ഒരു പ്രാവശ്യം വരുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഏതായാലും നമ്മൾ ഇട്ടം വരെ വന്നിട്ട് ആ മൗണ്ടൻ്റെ ആടെ പോയിട്ട് നോമ്പ് പറഞ്ഞിട്ട് ആടന്ന് നേരെ ഖത്തറിലേക്ക് വിടാമെന്ന് വിചാരിക്കും. നേരം വീട് എത്തിയതല്ലേ, പിന്നെ പോകാൻ ആടെ സമയം കിട്ടൂല. അന്നേരം ഞാൻ എന്തായാലും യൂ ടേൺ അടിച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു 18 കിലോമീറ്റർ ഉണ്ട്. അതിൻ്റെ അടുത്ത് പോയിട്ട് ആടന്ന് നോമ്പെല്ലാം തുറക്കാം. എന്നിട്ട് നമുക്ക് നേരെ ഖത്തറിൽ പോവാം. ഓക്കെ. നമുക്ക് അതാണ് കേട്ടോ സംഭവം. മല എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടാ. ഇത് അവരെ ടൂറിസ്റ്റ് കാറ്റലോഗിലെ ഇതിലല്ല ഈ സാധനമുണ്ട്. മല എന്ന് പറയാൻ പറ്റില്ല, മണ്ണ് മാന്തിയിട്ട് ബാക്കിയുള്ള കുറച്ച് ഇത് സംഭവം ഇവിടെ അടുത്ത് തന്നെയാണ്. ആദ്യം മനുഷ്യനൊന്നും കാണുന്നില്ല. ഞാനും ആദ്യമായിട്ടാണ് പോകുന്നത്. അവിടെ ഒരു വണ്ടി കാണുന്നുണ്ട് അതിൻ്റെ മുകളിൽ. അടുത്തെത്തുമ്പോൾ വലിയ സാധനമാണ് കേട്ടോ. ആൾക്കാർ ഇഷ്ടപോലെ ഇല്ല കേട്ടാ. ഇവിടെ എന്തെല്ലോ ബൈക്കിന്റെ ഇതെല്ലാം ഉണ്ട് തോന്നുന്നു. റെന്റിന് ബൈക്ക് എടുത്തിട്ട് കറങ്ങലല്ലോ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ എത്തി. അടിപൊളി സ്ഥലം കേട്ടോ, അടിപൊളി സ്ഥലം. അവിടെ കുറെ വീടുകളെല്ലാം ഉണ്ട് കേട്ടാ. അവിടെ കുറെ വീടും പല കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളെല്ലാം ഉണ്ട്. ആടെ അതാ കുതിരയെല്ലാം ഉണ്ട്. കുതിരയിൽ നമുക്കിങ്ങനെ പൈസ കൊടുത്താൽ പോവാം. അവിടെ ബൈക്കതാ ചെറിയ, അത് പൈസ കൊടുത്താൽ പോവാം. അതെടുത്തിട്ട് ഇങ്ങനെ കറങ്ങയിലോട്ടെ അവർ പോയി കേട്ടാ. എന്തോ ഒരു പക്ഷികളിതാ ഫുള്ള്. അതായത് ഇതിൻ്റെ മുകളിൽ കയറി നോക്കാം. ഒരു ജാതി ഒരു പക്ഷികൾ. അതിൻ്റെ മുകളിലേക്ക് കയറാൻ വഴിയുണ്ട് തോന്നിയിട്ടെ. കയറി നോക്കാം. ഇതെന്നാ ഒരു ജാതി ഒരു പാറയാന്നല്ല, കല്ലും അല്ല മണ്ണാന്നല്ല. എന്തോ ഒരു പോലത്തെ മണ്ണ്. അയ്യോ, ഇവിടെ കോണി വെച്ചിട്ടുണ്ട് കയറാൻ വേണ്ടി. അങ്ങോട്ട് കയറി നോക്കാം. നമ്മളിതെല്ലാം എത്ര പോയി ശീലിച്ചതാണ്. കോണിക്ക് ഇവിടെ ഒരു കാലില്ല. ഇവിടെ കോണി വെച്ചിട്ടുണ്ട്. കയറി നോക്കട്ടെ. അയ്യോ, പക്ഷികളെന്നാ കൂക്കുന്നു. കയറാൻ പാടില്ല. വീണിട്ടുണ്ടെങ്കിൽ കൈ
എൻ്റെ വണ്ടി അവിടെയുണ്ട്. വണ്ടി എനിക്ക് പേടിയാണ്. ഓക്കെ, ഏതായാലും മുകളിലേക്ക് ഒന്ന് കയറി നോക്കാം. വേഗം കയറി ഇറങ്ങാം, വണ്ടി അവിടെ ഉള്ളതുകൊണ്ട്. മുതലായിട്ടാ വന്ന്. ഹൗ ഇതിൻ്റെ ടോപ്പിൽ കയറാനുണ്ട്. അല്ലോ ഇവിടെ കയറുമ്പോൾ തന്നെ നല്ല ഹൈറ്റിലെത്തിയല്ലേ. അതിൻ്റെ ടോപ്പിൽ കയറാനുണ്ട്. ഇതിൻ്റെ ടോപ്പിലുണ്ട്. അതിൻ്റെ ടോപ്പിൽ കയറി നോക്കാം. ഓ കാറ്റ്, ഭയങ്കര കാറ്റ്. അയ്യോ ഇപ്പം എൻ്റെ വണ്ടി കാണുന്നുണ്ട്. ഭയങ്കര കാറ്റാണ്. അവിടെ ഉണ്ട്. അതിൻ്റെ മുകളിൽ കയറാൻ പറ്റില്ല. അതിൻ്റെ മുകളിൽ കയറാനുള്ള വഴിയില്ല. അയ്യോ, അപ്പോൾ ഏതായാലും വന്ന സ്ഥിതിക്ക് അതിൻ്റെ മുകളിലും കൂടി ഒന്ന് കയറാം. മുകളിലും കൂടി കയറി കഴിഞ്ഞാൽ ഏകദേശം നല്ല ക്ഷീണം വരും. ഓർക്കാൻ നമുക്ക് നല്ല ക്ഷീണം വരും. അതിൻ്റെ മുകളിൽ കൂടി കയറാം. അപ്പോൾ തൊട്ടിപ്പുറമുള്ള ടോപ്പിലെത്തി. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. വീണ് കഴിഞ്ഞാൽ പിന്നെ പൊടി കിട്ടൂല. നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പം ഞാൻ താഴേക്ക് ഇറങ്ങി. ഇത് കണ്ട ഒരു പക്ഷികൾ. ഇതെന്താണ് സാധനം എന്ന് തിരിയുന്നില്ലല്ലോ. എന്തെങ്കിലും പറ്റിയാലേ തിരിയുന്ന സാധനം. ഈ കോണി കയറാൻ പറ്റിയായിരിക്കും ഇതിൻ്റെ മുകളിൽ കയറാം. ഇല്ലാത്തവർക്ക് താഴേക്ക്. ഞാൻ താഴേക്ക് ഇറങ്ങട്ടെ. അയ്യോ, അവിടെ നല്ലൊരു ഓട്ടയും ഒരു വലിയ നല്ലൊരു സ്പേസ് ഉണ്ട് അവിടെ പോയി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അവിടെ പോയിട്ട് നോമ്പ് പറഞ്ഞാലോ. അവിടെ പോയിട്ട് കയറാൻ പറ്റുമെന്ന് പോയിട്ട്. അവിടെ കയറുമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അവിടെ പോയിട്ട് ഇരിക്കാൻ നമുക്ക്. അവിടെ നോമ്പെല്ലാം തുറന്ന് പോകാന്നിരിക്കുന്നത്. അല്ല, ഇവിടെ ഒരാൾ ഉണ്ട്. പൂച്ചയെല്ലാം ഉള്ളടാ. ഇവിടെ ആൾക്കാരെല്ലാം വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇഷ്ടംപോലെ ഫുഡെല്ലാം ആയിട്ട്. അതാണ് പൂച്ച. ഒരുമാതിരി പക്ഷികളുണ്ട് കേട്ടോ. ഇഷ്ടമാതിരി. ഇവിടെ കയറാൻ പറ്റുന്നുണ്ട് കേട്ടോ. വലിയൊരു മാളുണ്ടാക്കി. എനിക്കൊന്നും തണുപ്പിനിടെ ആൾക്കാരെ വന്ന് ഇരുന്നിട്ട് ഫുഡെല്ലാം ഉണ്ടാക്കി കഴിക്കലും ഇതെല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ. സൂര്യന് അസ്തമിക്കാനായി. ഇവിടെ വലിയ കാറ്റില്ല. ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നത്. ഞാനെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇങ്ങോട്ട് കയറിയിട്ട് ഇങ്ങോട്ട്. അപ്പോൾ നമ്മളെ ഫുഡെല്ലാം എടുത്തിട്ട് വന്ന് ഇന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു നോമ്പ്. അല്ല, ഫുഡ് എടുത്തിട്ട് ഈടെ എത്താണ്ടൊക്കെ കുറച്ച് പണിയുണ്ട് കേട്ടോ. ഈട വെച്ചിട്ട് നമുക്ക് ഇന്ന് നോമ്പ് തുറക്കാം. നല്ല കാറ്റുണ്ടായിരുന്നു. പക്ഷേ ഈട കാറ്റില്ല കേട്ടോ. നല്ല കാലാവസ്ഥ. അപ്പൊക്ക് വ്യത്യസ്തമായിട്ടുള്ളൊരു നോമ്പറ. ഇവിടെ ബാങ്ക് കേട്ടാൽ മതി. ഇവിടെ ഇടയ്ക്ക് പള്ളി ഉണ്ടാ. ഇവിടെ കുറേ ബിൽഡിങ് കാണുന്നുണ്ട്. ഇവിടെ എവിടെയെങ്കിലും പള്ളി ഉണ്ടാവും. ബാങ്ക് എന്തായാലും കേൾക്കൂ. സൗദിയിൽ ബാങ്ക് കുറച്ച് ലൈറ്റാണ്. ടൈം ലൈറ്റാണ്. നല്ലൊരു പ്ലേസ് കേട്ടാ. കാറ്റും ഇല്ല. നല്ല ഉണ്ട് കേട്ടോ. നല്ല ഉണ്ട്. ഇതുകൊണ്ടേക്ക് രാത്രി ഉറങ്ങുകയും ചെയ്യാം. ഒരു ഗുഹയിൽ ഉറങ്ങിയ ഫീൽ കിട്ടും. നമ്മൾ വണ്ടി തായലുണ്ട്. അതാ പൂച്ച പോകുന്നുണ്ട് വണ്ടീൻ്റെ അടിയിലേക്ക്. അപ്പോൾ നമുക്കെന്തല്ല ഫുഡ് തന്നിട്ടുള്ള നോക്കാം. ഞാനൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ഗ്ലാസ് തന്നിനി. അതിൻ്റെ പേരം കട്ടൻ ചായ ഉണ്ട് കേട്ടോ. ഗ്ലാസും കട്ടൻ ചായ എടുക്കട്ട്. ഇത് ഞാൻ 2 ജ്യൂസ് വാങ്ങിച്ചതാണ്. പിന്നെ നമുക്ക് 2 വെള്ളം തന്നിട്ടുണ്ട്. പിന്നെ എന്താണെന്നറിയില്ല. അല്ല, ഈ സഞ്ചിയിൽ എന്താണ്
ഞാൻ എല്ലാ ഐറ്റംസും കഴിക്കലില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് മാത്രം ആയിരിക്കണേന്ന് പ്രാർത്ഥിക്കാം. നോക്കാം എന്താണെന്ന്. ഇത് ഈത്തപ്പഴം, ഈ സാധനം ഞാൻ കഴിക്കലില്ല. ഈത്തപ്പഴം ഓക്കെ, ഈത്തപ്പഴം ഇതാണ് ഈ പ്ലേറ്റിലുള്ളത്. ഓക്കെ, 3 പ്ലേറ്റ് ഉണ്ട്. അടുത്ത പ്ലേറ്റിലൊന്നും നോക്കാം. അടുത്ത പ്ലേറ്റിൽ നമുക്ക് ഫുഡ് തന്നത് പക്ഷികളിൽ ഇങ്ങോട്ട് വരിക. അടുത്ത പ്ലേറ്റിൽ തന്ന ഫുഡ് മട്ടനല്ല റബ്ബേ, ചിക്കനാണ്. രക്ഷപ്പെട്ട് ചിക്കനാണ്. മട്ടനാണെങ്കിൽ പണിവാളി, ഞാൻ കഴിക്കലില്ല. ചിക്കൻ ബിരിയാണി, നല്ല നല്ല ബിരിയാണി റൈസ് കേട്ടാ. ഇവ അടുത്തതെന്നാ, അടുത്തത് എടുക്കുമ്പോൾ കീസ് മാറിപ്പോകും. അല്ല എൻ്റെ മുകളിൽ നോക്കട്ടെ. അടുത്തതെന്നാ നോക്കട്ടെ. ഇത് ഞാൻ ഗസ് ചെയ്യാം, ഇത് ചിലപ്പോൾ മിക്കവാറും മക്രോണി ആ സാധ്യതയുണ്ട്. കാരണം അറബി വീടുകളിൽ മക്രോണി ഇല്ലാത്ത പരിപാടി ഇല്ല നമ്മളെ. ഞാൻ പറഞ്ഞത് ശരിയാണോ നോക്കാല്ല. കറക്റ്റ് കണ്ട, വല്ലായി സത്യം. അതാ ഞാൻ നോമ്പിലാ പറയുന്നത്, ഞാൻ തുറന്നു നോക്കിയിട്ടൊന്നും ഇല്ല കേട്ടാ. കറക്റ്റ് മക്രോണി. ഒരു രക്ഷയില്ല. ഇതെല്ലാം മൊത്തം കഴിച്ചിട്ട് ഈടെ ഉറങ്ങേണ്ടി വരുമല്ല, ഉറക്കം വരുമല്ല. കുറച്ച് ഇങ്ങോട്ട് കഴിച്ച് ഇവിടെ കുറച്ച് ഉറങ്ങിയിട്ടെല്ലാം പോകാൻ തോന്നുന്നു. ഓക്കെ, ഇരുടായി വരുന്നുണ്ട്. എല്ലാ വീട്ടിലും ലൈറ്റെല്ലാം ഇട്ട് തുടങ്ങി. നേരം ബാങ്ക് കേൾക്കുമെന്ന് വിചാരിക്കാം. ബാങ്ക് കേട്ടിട്ടാകുമ്പോൾ നമുക്ക് ഇടുന്ന് നല്ല നോമ്പും തുറന്ന് നല്ലനെ വിടാം. ഊണുണ്ട്, എല്ലാം ഉണ്ട്. ഈ നോമ്പിലെ മറക്കാൻ പറ്റാത്തൊരു നോമ്പ് പറയായിരിക്കും കേട്ടോ ഇത്. കാരണം ഇവിടേക്ക് ഞാൻ വരണോ എന്നുള്ള 50-50 ഇതായിരുന്നു. പിന്നെ ഞാൻ എന്തായാലും വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ എങ്കിൽ ഇവിടുത്തെ നോമ്പ് ഒരു മറക്കാൻ പറ്റാത്ത നോമ്പ് പറയായിരിക്കും. നല്ല ഒരു കുറേ ആൾക്കാർ വേണം, നല്ലൊരു രസം കേട്ടോ. കട്ടൻ ചായ തന്നെയല്ലേ, കട്ടൻ ചായ തന്നെയാണ് പറഞ്ഞത് ഞാൻ. കട്ടൻ ചായ വേണം. ഓക്കെ, കട്ടൻ ചായ തന്നെയാണ്. കട്ടൻ ചായ നിറച്ചുണ്ട്, അതുകൊണ്ട് പോകുമ്പോൾ കുടിച്ചോണ്ട് പോവുകയും ചെയ്യാം. അപ്പോൾ മഗ്‌രിബ് വാങ്ങാൻ കൊടുത്തട്ടാ. മഗ്‌രിബ് വാങ്ങാൻ 5:51 ശരിക്കും കൊടുത്ത്. ഞാൻ ബാങ്കും കാത്തു നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ 7 മണിയായാലും ഒന്നും കഴിക്കൂലേനും കേട്ടാ. ഞാൻ മൊബൈലിൽ നെറ്റ് കിട്ടുന്നില്ല, പിന്നെ പൈസ ചിലവാക്കിയിട്ട് നെറ്റ് ഓണാക്കി നോക്കുമ്പോൾ 5:51 ഖുഫൂഫിൽ ബാങ്ക്. ആരും ഇല്ല കേട്ടോ, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനും ഈ വണ്ടി മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും അവിടെ കുറേ വീടുകളിലുണ്ട്. അപ്പം ചിക്കൻ ബിരിയാണി അടിപൊളി കേട്ടോ. നമ്മൾ മക്കറോണി കുറച്ച് ഉപ്പ് കൂടിപ്പോയിന്, എന്തായാലും കുഴപ്പമില്ല. അങ്ങനെ മാമ ഒരു ഫ്ലാസ്കും ചായയും എല്ലാം തന്നെ എനിക്ക്. അങ്ങ് പോകുമ്പോൾ കുടിച്ചോണ്ട് പോവാ, ഉറക്ക് വരില്ല. വരുമ്പോൾ കുറച്ച് ഉറക്ക് വന്നിന് എനിക്ക്. മാമ ഉറങ്ങിയതുകൊണ്ടാകുമ്പോൾ എന്നോടൊന്നും പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിക്കട്ടെ, എന്നിട്ട് നേരെ വിടാൻ നോക്കാം. ബാക്കിയുള്ള ഫുഡ് നമുക്ക് പൂച്ച കൊടുക്കാം. എല്ലാവരും എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇത്ര സമയം വിശന്നിട്ട്
ആ ഇതായി ഇപ്പൊ ഫുള്ളായി, വയറ് ഫുള്ളായിട്ട് ഇതായി. ഞാൻ നമ്മളെ ചിക്കൻ പൂച്ചക്ക് കൊടുത്തതാ, പൂച്ചാണെന്ന് തിന്ന. ഇവിടെ 2-3 പൂച്ചയുണ്ട്. വെച്ച് പിടിക്കുകയെന്ന് ഖത്തറിലേക്ക്. ചായയും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് മെല്ലനെ ചായയെല്ലാം കുടിച്ച് പോകാം. ഇനി എനിക്ക് ആ ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് കയറണം. എങ്ങനെ കയറാമോ? അപ്പം അങ്ങനെ തിരിച്ച് ബോർഡറിനെത്തി. ഇവിടെ ഒരു ഞായറാഴ്ച ചന്തയുണ്ട്. ഞായറാഴ്ച ചന്ത പൂട്ടിയോന്നറിയില്ല, ലേറ്റായി. നോക്കട്ടെ, ഇവിടെ കുറച്ച് ആൾക്കാരെല്ലാം കാണുന്നുണ്ട്. അവിടെ പോയോക്കട്ടെ. ഞായറാഴ്ച ചന്ത ബീച്ചിൻ്റെ അടുത്താണ് കേട്ടോ. ഇത് ബീച്ചാണ്. ബീച്ചിൻ്റെ സൈഡിലാണ് ഉണ്ടായാല്. നോക്കട്ടെ, ഭയങ്കര സുഖാന്ന് കേട്ടാ. പക്ഷെ വീഡിയോ എടുക്കാൻ പേടിയാണ്. ഒന്നാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തലയും പാലും ഇല്ലാത്ത ആൾക്കാരുമാണ്. അതുകൊണ്ട് വീഡിയോ എടുക്കാനും പേടിയാണ്. നോക്കട്ടെ. ഇതുണ്ട്, ഉള്ളിയുണ്ട് 10 റുപ്യ ചാക്കിന്, 15 റുപ്യ. ഉരുളക്കിഴങ്ങുണ്ട് 15 റുപ്യ. തക്കാളി 20 റുപ്യ ബോക്സിന്. എല്ലാവരും വില കുറവാണ്. അങ്ങോട്ട് നോക്കട്ടെ. ഭയങ്കര തിരക്കാതല്ല. ഞാൻ വെച്ചെല്ലാം പൂട്ടിപ്പോയിന്ന്. പൊട്ടാസ് ഉണ്ട്, വെടിയുണ്ട്. വെടിയെല്ലാം ഉണ്ട് കേട്ടാ. ഇതെന്നാണ് പൂക്കിറ്റിയാ? ഇതാ നീളമുള്ള വെടി. ഇത് മറ്റേ ചന്തക്കോയ പോലെ തന്നെ ഉണ്ട് ഫുള്ള്. നോക്കിയാ നമ്മളെ ഉണക്കമുന്തിരി, അല്ല ഉണക്കം നാരങ്ങ, മല്ലി, നമ്മളെ നാട്ടിലെ കച്ചവടം ചെയ്യുന്ന മാതിരി. ഇതൊന്നും എല്ലാം മിക്സ് ആയിട്ടുള്ള ചപ്പ. മഞ്ഞൾ മൂവനെ, മഞ്ഞപ്പൊടി, ഉണക്ക ഇഞ്ചി. ഇതെന്നാ വെളുത്തുള്ളിൻ്റെ തോല തിരിയുന്നില്ല. മസാലപ്പൊടി എന്തോ, കുരുമുളക്, ഉലുവ, ജീരകം എല്ലാം തൂക്കി കൊടുക്കുന്ന കേട്ടാ. മുളക് അടിപൊളിയാണ് കേട്ടാ. മൊത്തം ഇതിലോട്ട് നടക്കാൻ നല്ല രസമാണ്. ചന്തക്കോയ മാതിരിയാണ് ഉള്ളത്. കേസ് പരിപ്പ്, അത് ഇത് കറുകപ്പട്ട, ഇതാ കല്ല്. ഇതെന്തല്ല, ഇതെന്നാ സാധനം? മൈലാഞ്ചിപ്പൊടിയാ. അടിപൊളി ഡ്രസ്സ് ഉണ്ട് കേട്ടാ, ലേഡീസിൻ്റെ അടിപൊളി ഡ്രസ്സ്. എത്രയാ പൈസ ചോദിക്കട്ടെ? അടിപൊളി ഫുള്ള് മാക്സി. ആൾക്കാരില്ലാത്തടത്തുനിന്ന് വീഡിയോ എടുക്കാൻ പറ്റും, ഇല്ലെങ്കിൽ അറബിയാണ് തച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല. സൗദിയാണ്, സൗദി. കുട്ടികളുടെ ഡ്രസ്സ്. ഇത് എവിടുന്ന് ഇത്രപാട് ആൾക്കാർ വരുന്നത് നടക്കിയിരുന്നില്ല. ഫുള്ള് ആൾക്കാരുണ്ട്.
ഫീഡ് ചെയ്ത പാത്രം നിരത്തി വെച്ചിട്ട് നമ്മളെ നാട്ടിൽ റോഡ് സൈഡിന് മറ്റേ ഇത് വെക്കുന്ന മാതിരി 10-20 എന്ന് പറഞ്ഞു. ഇവിടെ ഫുള്ള് ഡ്രസ്സാണ് കേട്ടോ. ഞാൻ എങ്ങനെയല്ലോ വീഡിയോ എടുക്കുന്നതാണ്. അറബികളെ പേടിയാണ്. ഇവിടെ ഉണ്ട്. ഹലോ, ഇവിടുന്ന് പോവാം. ഇവിടെ ചെയ്ത വാച്ചെല്ലാം വാച്ച് ചെയ്ത് ഈ ബോർഡറിന് ഇത്രപാട് ആൾക്കാർ ഇടുന്ന വന്നത് തരുന്നില്ല. ഖത്തറികളല്ല, ഖത്തറികൾ കുറവാണ്. അടിപൊളി സ്പ്രേ അല്ലേ ഇതാ. അതിൻ്റെ അടുത്തൊന്നും തന്നെ മണമില്ല. ഊത് എല്ലാം 25 ഉറുപ്പ്യ കേട്ടാ. 25 ഉറുപ്പ്യ റേറ്റ് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതേപോലെ വന്നേരം 15 ഉറുപ്പ്യ 20 ഉറുപ്പ്യല്ല പറഞ്ഞേ. ഇത് 25 ഉറുപ്പ്യ കൂടുതലാണ്. ഇന്ന് റേറ്റ് കൂട്ടിയതാന്ന് തോന്നുന്നു അവർ. ഭയങ്കര സംഭവമാണ് ഇത്. ഇതിൻ്റെ അടുത്തടുത്ത് കുറേ ഗ്രാമത്തിൽ അടുത്തടുത്ത് കുറേ ആൾക്കാരുണ്ടല്ലോ താമസിക്കുന്നത്. അവരെ പോലും ഫുള്ള് വരുന്നത്. ഖത്തറികൾ കുറവാണ് കാണുന്നത്. ഞാൻ വിചാരിച്ച ഖത്തറികളാണ്. ഖത്തറികൾ കുറവാണ്. ഇതിൻ്റെ അടുത്തുള്ള താമസിക്കുന്ന കുറേ ആൾക്കാരാണ് പോലും വാങ്ങിക്കാൻ വരുന്നത്. എന്നെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന വിധത്തിൽ വീഡിയോ എടുത്തിന്. ഇനി വണ്ടിയിൽ വെച്ചിട്ട് നമുക്കൊന്ന് കറങ്ങി നോക്കാം. ഇരുട്ടെ നല്ല രസമുണ്ട് കേട്ടാ. നല്ല രസമുണ്ട്. ഇതൊരു ഉള്ളിക്ക് ചെറിയ പൈസയേ ഉള്ളൂ. ഉള്ളി വാങ്ങണം. 10 ഉറുപ്പ്യേ ഉള്ളൂ ഉള്ളിക്ക്. ഇതിലൂടെ വണ്ടി ഓടിക്കാൻ തന്നെ പേടിയാണ്. പുള്ളറാണ് ഫുള്ള്. അധികം പുള്ളറും പെണ്ണുങ്ങളുമാണ്. അല്ല ഞാൻ കുടുങ്ങിയ പുള്ളറാണ്. ഇതിൻ്റെ ഉള്ളിൽ വണ്ടിയായിട്ട് ശരിയാവില്ല. ഫുള്ള് പുള്ളറാ. ബീച്ച് ഇവിടെ ഉണ്ട്. ബീച്ചിൽ കുതിരയുണ്ട്. ഇവിടെ കുറച്ച് ആൾക്കാർ വണ്ടിയെല്ലാം എടുത്തിട്ട് ഓവർലാൻഡ് ഇതെല്ലാം കാണുന്നുണ്ട്. ഇവൻ നേപ്പാളെല്ലാം സഞ്ചരിച്ചിട്ടുണ്ട്. ഇതേത് നാട്ടുകാരാ വണ്ടി? നല്ലയുണ്ടല്ലോ. നമ്മളെ ഇതാണല്ലോ വണ്ടി. അടിപൊളി. ഏത് നാട്ടുകാരാണ്? നേപ്പാളെല്ലാം പോയിട്ടുണ്ടല്ലോ. കർണാടകയല്ല, JK എന്നും കൂടിയുണ്ട്. ഹായ്, ഹൗ ആർ യു? വെൽക്കം ടു സൂര്യ. വിച്ച് കൺട്രി? All one country? Yeah, Germany. Germany? Very nice. Qatar finish? Yeah. Go to Qatar finish? No. No? Tomorrow. This also Germany? എല്ലാവരും ജർമ്മനിയിലെ ആൾക്കാരാണ് കേട്ടോ. അടിപൊളി. Came from Germany? ജർമ്മനിയാ.
Greece, Greece, Turkey, Iraq, Iraq, Jordan, Jordan, Saudi Arabia, Oman, UAE. Emirates, Uh, and now here. Doha. After your Tomorrow Doha, Doha. After shipping, no. and then Bahrain, Uh, Kuwait, Kuwait, okay. Iraq back, and back to Germany. Germany. Okay. Not coming India? Yeah, no. Uh, Not this time. huh? Maybe later. Yeah, inshallah. Inshallah. Maybe. Okay. Oh. How are you? Fine. Welcome to Saudi Arabia. yes. After come Qatar. Yes, We work Qatar. Yes. My English is not good. Not okay. Yes, same. Car is good. Car's good. Mazda good. Not heating. No any problem. No problem. problem. My English is Ah, not good. okay. And 202. 2023 അവർ യാത്ര ചെയ്യാൻ തുടങ്ങിയതാ. The red line. Drive to Ulaanbaatar, Mongolia. Mongolia. And 202. Okay. to back über Russia. Uh, In 2026 the black line. വെരി ഗുഡ് Yes. ഇവർ ഇവിടുന്ന് യാത്ര ചെയ്യാൻ തുടങ്ങിയതാണ് കേട്ടോ. 2023 തുടങ്ങി 24 അവസാനിച്ച് 26 ഖത്തറിൽ നൗ സൗദി അറേബ്യ ആഫ്റ്റർ ടുമോറോ ഖത്തർ. Yes. ഓക്കെ ഗുഡ് You know. Okay. വാവ്. നമ്മൾ മസ്തി എടുത്തിട്ടാണ് കേട്ടാ തോന്നുന്നു. അടിപൊളി. എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. എല്ലാ സാധനവും സെറ്റപ്പ് ആക്കിയിട്ട് അടിപൊളി. നമ്മളെല്ലാം ഡ്രീം ആഗ്രഹമാണ് കേട്ടാ. എപ്പം നടക്കുമെന്നറിയില്ല. അടിപൊളി. ഈ ആൾക്കൊന്ന് എല്ലാവരും കൂടിയിട്ട് കണ്ടുമുട്ടിയാന്ന് തോന്നുന്നു കേട്ടാ. ഇവിടെയുണ്ട് ഒരു ടീം. ഇതടിപൊളി വണ്ടി. പക്ഷേ ആ വണ്ടി ആൾക്ക് ഭയങ്കര ഇതായി തോന്നുന്നത്. ജീപ്പിൻ്റെ വണ്ടി. ഹായ്. ഫൈൻ ഗുഡ്. Hi. My name is Wolfgang. What's your name? Rashid. Rashid? Yes. Your name? Alina. Oh, welcome to Saudi Arabia. Thank you. After tomorrow come Qatar? Yes. Yes. My work Qatar. Okay. Before, Not coming India? No, unfortunately not. Not No. this time. Yeah. We Trip have is been different. in India with this vehicle. Yeah, this one. Yeah. You're from India? Yeah, India. Okay. Okay. Sit. Good evening. Okay. ഇവർ ഈ വണ്ടിയിലാണ് കേട്ടാ. Yeah. Ah. That's Indian truck art from India. This one. Yeah. You take India? Yeah, exactly. You before going India? This Yes, car? Yes. 2 times with this vehicle India. Yeah, 2 times. Yes. Good. Last year. അവിടെ ഒരു കാരവാൻ ഉണ്ട് കേട്ടോ. അവരെ അല്ലാ, ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് വിട്ടുപോയി. അവിടെ ഒരു വണ്ടി ഉണ്ട്, അതും കൂടി കാണിച്ചതാ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇവരെ വണ്ടികളെല്ലാം കാണുമ്പോൾ നല്ല ഇത് മൊത്തം ഒരു ടീമായിട്ട് ഇങ്ങനെ വരുന്നതാണ്. ഇതാ ഇവിടെ ഒരു വണ്ടിയുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും അത്ഭുതമായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മസ്തേൻ്റെ ആ ഒരു കാർ എടുത്തിട്ട് മോന് കറങ്ങുന്നതാണ്. ഇവിടെ ഒരു ബൈക്ക് ഒരാളുണ്ടല്ലോ. എനിക്കൊന്നും ഇവരെല്ലാം ഡിഫറെൻ്റ് ആണെന്ന് തോന്നുന്നു. എല്ലാവരും ഇങ്ങനെ കണ്ടുപിട്ടിയതാണെന്ന്. ഒരാൾ ബൈക്കായിട്ടുണ്ട് കേട്ടോ. ഓനാണ് ടെൻ്റ് അടിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വണ്ടിയുണ്ട്. ഇതേതാ വണ്ടി? ടൊയോട്ടൻ്റെ വണ്ടിയാണ്. എല്ലാ സെറ്റപ്പും ഉണ്ട്. ഓൻ അതിൻ്റെ മുകളിൽ ഉറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു ഒരാൾ. ടൊയോട്ടൻ്റെ ലാൻഡ് ക്രൂസർ. ആളതിൻ്റെ ഉള്ളിൽ ഉറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു. അടിപൊളി. ശല്യപ്പെടുത്തണ്ട, ഉറങ്ങിക്കോട്ടെ. സെറ്റ് കേട്ടാ. അവരെയും കണ്ട് എല്ലാം കഴിഞ്ഞ് ബോർഡറിലെത്തി. സൗദി ബോർഡറിൻ്റെ അടുത്താണ് ഉള്ളത്. അവരെന്തെല്ലോ ഇംഗ്ലീഷ് പറഞ്ഞു, ഞാനും എന്തെല്ലോ പറഞ്ഞ് ഒപ്പിച്ച് എന്തായാലും 2 ആൾക്കും തിരിഞ്ഞിന്. അവരെ നേരെ ഖത്തറിലാണ് വരുന്നത്. നമ്മളെല്ലാം ഒരു ആഗ്രഹമാണ് കേട്ടോ. ഇങ്ങനെ കുറേ ലോകമെല്ലാം ഇങ്ങനെ കറങ്ങണം എന്നുള്ളത് സാധിക്കുന്നില്ല.
എന്തായാലും സൗദി ചെക്ക് പോസ്റ്റ് എത്തി, കസ്റ്റംസിലെത്തി, ഖത്തറിലെത്തിയിട്ട്. അപ്പോൾ നമ്മളെ നാട്ടിലെത്തി. ഇനി നേരെ റൂമിലേക്ക് പോകണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ചെറിയ വീഡിയോ എടുക്കാൻ നോക്കിയിട്ട് വലിയ വീഡിയോ ആയി. അന്നേരം മറ്റേ നല്ല കാഴ്ചകളുമായിട്ട് വീട്ടിൽ കാണാം. ബൈ ബൈ.